ഇതാണ്ട് അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെനകത്ത് ജ്യൂസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്തായിരിക്കും എടുക്കുന്നത്. ഓക്കെ, സ്ട്രെയിനർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ചായിട്ട് കാണുന്നുണ്ടോ? ഇങ്ങനെ രാവിലെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും നിങ്ങൾക്ക്. ഇൻ കേസ് അങ്ങനെ രാവിലെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസമേ ചെയ്ത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേക്കും രാവിലെ ഇച്ചിരി തണുപ്പോടുകൂടി, പക്ഷെ പരമായിട്ടും നമുക്ക് ഫസ്റ്റ് ഇതായിട്ട് തണുപ്പോടുകൂടി കുടിക്കുന്ന അത്ര നല്ലതല്ല. ബിക്കോസ് ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. സോ ബെറ്റർ രാവിലെ ഒരു ഇച്ചിരി ഇതൊക്കെ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ എടുക്കില്ല. പാഴ്സിയുടെ മല്ലിയിലയുടെ ഒക്കെ ഒരു മണം കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അസുഖമൊന്നും ഉണ്ടാവരുത്, ഇനിയുള്ള അസുഖം ഉണ്ടാവാതെ കുറഞ്ഞിട്ട് പോട്ടെ എന്ന ആഗ്രഹമുള്ളവർ മസ്റ്റ് ട്രൈ ചെയ്യണം പ്ലീസ്. ബിക്കോസ് നമുക്ക് ഇപ്പം ഇതിൽ പലർക്കും ഇതിൽ കൂടുതൽ അറിയുന്നവരായിരിക്കും, പക്ഷെ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. സോ പ്ലീസ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സോ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇൻ 1 വീക്ക്, മാർക്ക് മൈ വേർഡ്, ഇൻ 1 വീക്ക് we can see the result. 1 week, അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ട്. ഇൻ 1 വീക്ക്, മാർക്ക് മൈ വേർഡ്. ഓക്കെ, സീരിയസ്ലി നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് 1 വീക്കിൽ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അസുഖമുള്ളവരും വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ. സോ പ്ലീസ് ട്രൈ ആൻഡ് സീ ദ ഡിഫറൻസ്. ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഞാനിതിപ്പം ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത ജ്യൂസിൻ്റെ ഇത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു